ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു വ്യക്തി ഒരു കൊച്ചു കുഞ്ഞിനോട് ഇപ്രകാരം ചോദിച്ചു: കുഞ്ഞേ, നിന്റെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം കുഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: ഈശോയുടെ തിരുഹൃദയം പുറമേ കാണാം, എന്നാൽ എൻ്റെ ഹൃദയം പുറമേ കാണാൻ കഴിയില്ല. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ആ കുഞ്ഞിന്റെ മറുപടിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നു: പിന്നീട് പടയാളികളിൽ ഒരുവൻ അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തുറന്നിരിക്കുന്ന പകുത്തു നൽകിയ ഒരു ഹൃദയമാണ് ഈശോയുടേത്. അവസാന തുള്ളി രക്തവും ജലവും നമുക്കായി അവിടുന്ന് നൽകി. സ്വാർത്ഥത അശേഷമില്ലാത്ത, മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു സ്നേഹസാഗരം തന്നെയാണ് ഈശോയുടെ തിരുഹൃദയം. അവിടുത്തെ ഹൃദയം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ്. വിശുദ്ധ മർഗരീത്ത മേരി അലക്കോക്കിനോട് അരുളി ചെയ്തതുപോലെ അവിടുത്തെ സ്നേഹം എന്നും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. തന്റെ ദിവ്യഹൃദയത്തെ മുഴുവനും നമുക്കായി തുറന്നു തന്നിരിക്കുന്ന ഈശോ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ തിരുഹൃദയത്തിൽ അഭയം തേടുന്നവർക്ക് സമാധാനവും ശാന്തിയും ഉറപ്പാണ്. സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ ഈ ലോകത്തിൽ ഈശോയുടെ തിരുഹൃദയം നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നു. അവിടുന്ന് നമ്മെ നോക്കി ചോദിക്കുന്നു: നിനക്കും എന്നെ പോലെ നിസ്വാർത്ഥമായി സ്നേഹിക്കാനാകുമോ? എന്നെ പോലെ വിഭജിക്കപ്പെടാൻ നീയും തയ്യാറാണോ? എങ്കിൽ നിന്റെ ഹൃദയവും എൻ്റെ ഹൃദയം പോലെയാകും.